മോർണിംഗ് ഗൈസ്. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. നമ്മൾ കൂർഗിന്ന് വീട്ടിലേക്ക് പോകുന്നത് വയനാട് വഴിയാണ്. ഏകദേശം ഇപ്പോൾ ഒരു 10-30 കിലോമീറ്റർ ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ ചെറിയ ചിത്രമൊന്നുള്ളൂ. ഇങ്ങനെ പ്രകൃതിയായി നല്ല റോഡ്, വണ്ടികൾ ഓപ്പോസിറ്റ് ഇല്ല, ഫുൾ രണ്ട് സൈഡ് നല്ല ഗ്രീനറി, ഫുൾ ഗ്രീൻ. ഇങ്ങനെ നല്ല വഴിയായിരുന്നു, സൂപ്പർ വഴി. ആൾക്കാർ ആരും ഇല്ല, ഒന്നുമില്ല. ഒരു 10-25 കിലോമീറ്റർ ഇങ്ങനെ ഉണ്ട്. നമ്മുടെ ഗ്ലാസ് മെഷീൻ ഫോഗ് വന്നാണ് ഇച്ചിരി പച്ചപ്പ് കുറവുണ്ട്, പക്ഷെ നല്ല പച്ചപ്പാണ്. നല്ല വേറെ ഒരു സ്ഥലത്ത് വന്ന പോലെ പീസ്ഫുൾ ആയിട്ട് ആൾക്കാർക്ക് റിട്ടയർഡ് ആയിട്ട് ഇവിടെ താമസിക്കാൻ പറ്റിയ ഫീലായിരിക്കില്ല. കാട്ടകളും ഇല്ല, ഒരു കുന്തവും ഇല്ല. അതാണ് ഒരു ഇത്. നമുക്ക് ചായ കുടിക്കാൻ പറ്റില്ല, ചെറിയൊരു കടന്നുണ്ടായിരുന്നു. നമ്മൾ കുർവാദ്വീപ് എത്തി. പക്ഷെ ഇത് അടച്ചിട്ടൊക്കെയാണെന്ന് തോന്നുന്നു. ഇതാണ് കുർവാദ്വീപ്. നല്ല വെള്ളപ്പൊക്കം, നല്ല വെള്ളമല്ലേ? ആ മഴ ഒടുക്കത്തെ ഫ്ലോയ. നൈസ്, കാണാൻ രസമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, കുർവാദ്വീപ് ഇല്ലാന്ന് തോന്നുന്നു. ബാ അങ്ങോട്ട് നടന്നിട്ട് അറിയില്ല അവരൊക്കെ ആരാണ്. ബാത്റൂം അതാണ് അടച്ചിട്ടൊക്കെയാണെന്ന്. ജീപ്പ് യൂസ് ചെയ്യാൻ ടോയ്ലറ്റ് അടച്ചിട്ടൊക്കെയാണെന്ന്. എത്ര പ്രാവശ്യം വന്നൂല്ലേ? 2 പ്രാവശ്യം വന്നു. ഇവിടം വരെ വെള്ളമായി. ഡേഞ്ചറസ്. അവിടെ ചായക്കടയ്ക്ക് പോകും. Come and let's fly. ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള ഇവിടെ കുറെ ഏരിയ ഉണ്ട്, അങ്ങനെ നടന്നു പോകാൻ പറ്റും. ഇതാണ് ചെങ്കാടം. ഇതിലാണ് നമ്മൾ പോവേണ്ടതെന്ന് തോന്നുന്നു. നടക്കില്ല. ഇത് അത് കണ്ട ഫോട്ടോ ഉണ്ടാ, അതുപോലെ പോകും. Sit and relax bamboo raft. 5 person 50 minutes, 2 person 15 minutes. അതിൻ്റെ പ്രൈസ് അല്ലേ? നടന്നര പെട്ട 200 rupees. പക്ഷെ നല്ല മറ്റേ നിറഞ്ഞ സിനിമയിലെ പോലെ വെള്ളം ഉണ്ടല്ലേ, ചെളി വെള്ളം. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് 1 കിലോമീറ്റർ ട്രക്കിങ്, കുറേ ഐലൻഡ് കാര്യങ്ങളുണ്ട്. അപ്പോൾ വരുമ്പോൾ വേനൽക്കാലത്ത് വരണം, എന്നാലും ഇതൊക്കെ ഓപ്പൺ ആണോ. മഴക്കാലത്ത് ഇതൊക്കെ ക്ലോസ്ഡ് ആണ് അല്ലേ? അപ്പോൾ നമ്മൾ പോവുകയാണ്. ഓക്കെ ബൈ. ഇപ്പം നമ്മളുള്ളത് കുർവാദ്വീപിലെ ട്രൈബൽ മ്യൂസിയം. ഷീട്ടാക്കൊന്നും കാണുന്നില്ല, അവിടെ പൊളിച്ചെളിയാണ്. കയറി എന്തുള്ളൂ, ഒന്നുമില്ല. പോ ഓടിപ്പോ, ഇരുട്ട. 200 മീറ്റർ കൊടയൊക്കെ തരണാലും കുഴപ്പമില്ല. നന്നായി. ഞാൻ ഇവിടെ എന്താന്ന് നമുക്ക് നോക്കാം. ഇവിടെ നിനക്ക് സമാധാനത്തോടെ ബ്യൂട്ടിഫുൾ ജംഗൽ. നല്ല കാര്യം. അത് ഞാൻ കണ്ടില്ല. ഇവിടെ ഇങ്ങനെ കുറേ രൂപങ്ങളും കാര്യങ്ങളും. ഇത് ഇത് നമ്മുടെ എടുക്കായിരുന്നു. ഇതിക്കൂടെ ഇതിങ്ങനെ കുത്തി ഉണ്ടാക്കിയതാണ് ഈ വഴിയേ. ട്രൈബൽ ആൾക്കാർക്ക് തുണിയില്ല. ഇതിനൊക്കെ വലിയൊരു അർത്ഥങ്ങളുണ്ട്. ഇവരെന്ത് ഉദ്ദേശിക്കണോ? നടക്കുമോളെ. ഇനി അടുത്ത സാധനം നോട്ടെ, കെമിസ്ട്രി ഓഫ് നേച്ചർ.
മരങ്ങൾ തമ്മിൽ അദ്ദേഹത്തിനറിയാം. ഇനി ഇങ്ങനെ 200 മീറ്റർ നടക്കാൻ സൈലൻസ് സ്പിരിച്വൽ സോണാണ്. ഓ, ഇവരൊക്കെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. എന്തായാലും ട്രൈബൽ വുമൻസിന് ഡ്രസ്സില്ലാന്ന് മനസ്സിലായി അല്ലേ? ജ്യോതിർഗമയ ഇയാളാണല്ലോ അയാള്. മൂക്കിനുള്ളില് പണ്ടത്തെ ട്രൈബൽ ഇങ്ങനെയായിരുന്നു. അടച്ച അമൃതമയ ബാബാ കിണറ് പേടിപ്പിക്കാൻ വേണ്ടി അറിയുന്ന ചെയ്ത. ശരി, പേടിക്കാൻ പോയിട്ട് അവര് പറഞ്ഞതേ ഇതിങ്ങനെ കുത്തി ഉണ്ടാക്കിയതാണ് ഇത്. ഓക്കെ, സാധനം എനിക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങളുണ്ട് ഇത് 50 അത് പ്ലാസ്റ്റിക് കയറി അവർക്ക് ഇങ്ങനെ ഉണ്ടല്ലേ. പുറത്തുണ്ട്, കേരളത്തിൽ നോക്കിയിരുന്നത്. ഓ, അതാ ഫിഷ് മീൻ പിടിക്കാനുള്ള വല, ചെണ്ടകൾ. കഴിവ് തുമ്പ. കുടിക്കാൻ കൊടുക്കാം. ഞാനൊന്നും ഉണ്ടായിക്കാം. ജോർജ് കുട്ടി സത്യല്ലേ? മറ്റേ കമ്മല് കാര്യങ്ങള്, മാല. അത് ഓ, ഇത് 2 ചെവിയിലിട്ടിട്ട് ചെവിയിലിടുന്ന സാധനം വേറെ മാലല്ലേ. ഞാനൊരു മഞ്ചാടിക്കുരു സാധനങ്ങള്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇതിപ്പോൾ 2nd ഫ്ലോറിലുള്ള പെയിൻറ്റിങ്സുകളാണ്. എത്ര സ്ഥലം കുറ്റിയുണ്ടാക്കിയതാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇതിൽ കൂടെ എൻട്രി ചെയ്താൽ ഞാൻ നടന്ന് ഇങ്ങനെ വരും. എന്നിട്ട് താഴെയുണ്ട്, മുകളിലുണ്ട്. ഞാനല്ല ആവശ്യമില്ല. പേരുണ്ടോ മാഞ്ഞ വിചാരിക്കാം. ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. സുരേഷ് ഡിഗ്രി കളിക്കാൻ പറ്റില്ലേ? ഏറ്റവും അടിക്കടി. അപ്പം ഇങ്ങനെയാണ് മ്യൂസിയം. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്നത് മന്തി, അൽഫാം മന്തി, അണി ചില്ലി, അത്രേ ഉള്ളൂ. അത് കോഫി പറഞ്ഞതാ. വയനാട്ടിലത്തെ ഫോഗ് നോക്ക് ഗൈസ്, നമുക്ക് റോഡൊന്നും കാണില്ല. ഇത് ചുരത്തിലുള്ള ഫോഗാന്ന് വിചാരിക്കുന്നു, അറിയില്ല. എവിടെ എത്തിയെന്ന് വെച്ചാലും നമുക്കൊന്നും അറിയില്ല. ഇവിടെ താഴെ ഇത് ഹോട്ടലുണ്ട്, ഹോട്ടൽ കാണുന്നില്ല. അല്ല, പാർക്കാ. പാർക്കിൽ പിള്ളേരൊക്കെ മിസ്സായോ? അതെ. ഓയ്യേ